ദേവരാജൻ മാസ്റ്ററും ഞാനും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. കാറിലും, ഫ്ലൈറ്റിലും, ട്രെയിനിലും, ജീപ്പിൽ വരെ. ഒരുപാട് യാത്രയിൽ അതിസാഹസികമായൊരു യാത്രയെപ്പറ്റി ആദ്യം പറയാം. അതിസാഹസികം എന്ന് പറയുമ്പോൾ ഞാനും മാസ്റ്ററും കൂടെ വയലാർ സാറിൻ്റെ വീട്ടിൽ പോയി ഒരിക്കൽ 2002 കാര്യം വയലാറിന് ഒരു പ്രതിമ കേരളത്തിൽ ഒരിടത്തുമില്ല. മാസ്റ്ററെ വളരെയേറെ ദുഃഖിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം മാസ്റ്റർ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാളാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ ആ കണ്ണ് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്ത ആത്മബന്ധം തന്നെ ആയിരുന്നു. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി തൻ്റെ സുഹൃത്തിന് അർഹമായൊരു സ്മാരകം വേണമെന്നുള്ളൊരു ദൃഢമായ ആഗ്രഹം. അതിനുവേണ്ടി പലരെയും സമീപിച്ച് പല സ്കെച്ചുകളും നോക്കി. അങ്ങനെ ഏകദേശം ഒരു സ്കെച്ചൊക്കെ പൂർത്തിയായി. ഏകദേശം അതിൻ്റെ ഫൈനാൻസിങ് കാര്യങ്ങളൊക്കെ മാസ്റ്റർ നേരിട്ടിറങ്ങി. പക്ഷേ വയലാറിൻ്റെ വീട്ടിൽ കാര്യമായിട്ടൊന്ന് പറയണമല്ലോ എന്ന് കരുതി ഞാനും മാസ്റ്ററും കൂടെ ചേർത്തല ഇറങ്ങി അവിടുന്ന് രാഘവപ്പറമ്പിൽ വയലാറിൽ ചെന്ന് അവരെ കണ്ട് അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങളൊരു ഓമ്നി വാനിൽ ചങ്ങനാശ്ശേരിയിലേക്ക് പോയി. അന്ന് രാത്രി അവിടെ തങ്ങാം. ചങ്ങനാശ്ശേരിയിൽ മാസ്റ്ററിൻ്റെ സഹധർമ്മിണിയായ ലീലാമണി ദേവരാജൻ്റെ വീടാണ്, കുടുംബ വീട്, പെരുന്നയിലാണ്. അപ്പോൾ അവിടെ മാസ്റ്ററിൻ്റെ ഭാര്യയുടെ അനിയത്തി രാധ ചേച്ചിയും ഭർത്താവ് ബാലൻ ചേട്ടനും മകൾ മല്ലിയുമാണ് അവിടെ താമസിക്കുന്നത്. പെരുന്നയിലിറങ്ങി അന്ന് കിടന്ന് അടുത്ത ദിവസം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം എന്നുള്ള പരിപാടിയാണ്. സ്ട്രോക്ക് വന്നതിന് ശേഷം മാസ്റ്റർക്ക് ഈ നടക്കുമ്പോഴൊക്കെ ഒരു വലിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാര്യം എതിർ ദിശയിൽ നിന്ന് ഒരു ബ്ലോ അല്ലെങ്കിൽ ശക്തമായ കാറ്റടിക്കുമ്പോൾ മാസ്റ്റർക്കത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ മാസ്റ്റർ ഒതുങ്ങി നിൽക്കും ഒരിടത്ത്. അങ്ങനെ ഈ 92 സ്ട്രോക്ക് വന്നതിന് ശേഷം തുടങ്ങിയ ഒരു ശാരീരിക അവശതയാണത്. അപ്പോൾ ഞങ്ങൾ ചേർത്തല, ആലപ്പുഴ ഒരു മങ്കൊമ്പിൽ കയറി. മങ്കൊമ്പിൽ നിന്നാണ് ഇന്ന് കുട്ടനാടൻ പ്രദേശങ്ങളായ ആലപ്പുഴ, ചങ്ങനാശ്ശേരി റോഡ് തുടങ്ങുന്നത്. മനോഹരമായ കാഴ്ചകളാൽ ഇന്നും ടൂറിസ്റ്റുകൾ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ഇരുവശവും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങൾ, മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടു കാണും. ഈ ഗാനം മറക്കുമോ, ഇതാ ഇവിടെ വരെ, അങ്ങനെ ഒരുപാട് കാവാലഞ്ഞുണ്ട്, ഒരുപാട് സിനിമകളിൽ ആ ദൃശ്യങ്ങൾ കണ്ടു കാണും. പക്ഷേ മനോഹരമായ ആ കാഴ്ചയൊക്കെ തീർത്തും ഭീകരമാക്കുന്നൊരു കാഴ്ചയാണ് അന്ന് ഞങ്ങൾക്ക് അവിടെ സംഭവിച്ചത്. കാര്യം 7 മണിയായി ഞങ്ങൾ മങ്കൊമ്പിലെത്തിയപ്പോൾ. തോരാത്ത മഴ, കറണ്ടില്ല, തലയൊപ്പം വെള്ളത്തിൽ, റോഡ് മുങ്ങിക്കിടക്കുക. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഒരു കായൽ പോലെ നിരന്ന് കിടക്കുകയാണ്. ലൈനൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുന്നു. ഞങ്ങൾ അടുത്തൊരു കെട്ടിടത്തിൽ കയറിയിരുന്നു. എങ്ങനെ പോകും? വണ്ടിയൊന്നുമില്ല, ഒറ്റ വണ്ടിയും വിടത്തില്ല. വല്ലപ്പോഴും സ്വകാര്യമായിട്ടുള്ള വണ്ടികൾ വരുന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്കാരെ പരിചയമില്ലല്ലോ. പക്ഷെ മാസ്റ്ററിന് എല്ലാവർക്കും അവിടെ പരിചയമാണ്. നമ്മളെ കൊണ്ടുവിട്ട വണ്ടി എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതവിടെ കിടന്നിട്ട് നിർവാഹമില്ല. ആ വണ്ടി ഓമിനി വണ്ടി മുങ്ങിപ്പോയത് തന്നെ. അത്ര പൊക്കമുള്ള വണ്ടികൾ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ചങ്ങനാശ്ശേരി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ താമസിക്കും, അവർ നോക്കട്ടെ പൊക്കമുള്ള വണ്ടി വല്ലതും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അവിടെയും അവരും ഞങ്ങൾ ഫോണിൽ കൂടെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു അരമണിക്കൂറോളം അങ്ങനെ ഇരുന്ന്, നല്ല മഴയും തണുപ്പുമുണ്ട്. അപ്പോൾ ഒരു ജീപ്പ് വന്നപ്പം മാസ്റ്ററിൻ്റെ അടുത്തിരുന്ന ആൾക്കാർ പറഞ്ഞ് 3-4 സിസ്റ്റർമാർ ചങ്ങനാശ്ശേരി ഒരു കോൺവെൻറ്റിലേക്ക് പോകണം അവർ. അപ്പോൾ അവർ ആ 2-3 സീറ്റ് ബാക്ക് സീറ്റ് ഒഴിഞ്ഞ് കിടക്കുകയാണ്. 3 കന്യാസ്ത്രീകൾ മാത്രം, ഡ്രൈവറും ഉണ്ട്. അപ്പം അത് അവിടെ ഇരുന്ന ആൾക്കാർ, ദേവരായ മാസ്റ്ററാണ്, അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള വണ്ടിയൊന്നും വന്നിട്ടില്ല, ഇനി ചങ്ങനാശ്ശേരി ഇവിടെ വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, തിരിച്ചു പോകാനും ബുദ്ധിമുട്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ കൊള്ളാം, സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ നല്ലവരായ ആ കന്യാസ്ത്രീകൾ, ഞാൻ ഒരിക്കലും മറക്കത്തില്ല അവരെ. അപ്പോൾ ഇവർ അവരുടെ സൗമനസ്യം കൊണ്ട് ദേവരായ മാസ്റ്റർക്ക് ബാക്ക് സീറ്റ് തുറന്നു കൊടുത്തു. പക്ഷേ ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ജീപ്പ് ഭയങ്കര പൊക്കത്തിലാണ്. സാധാരണ കാറിൽ നമ്മുടെ കാലെടുത്ത് വെച്ചാൽ കയറാം, മാസ്റ്റർക്ക് അല്ലാതെ തന്നെ സ്ട്രോക്ക് വന്നതിന് ശേഷം മുട്ടൊക്കെ പൊക്കി കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടുപ്പൊപ്പം പൊക്കമുണ്ട് ജീപ്പിൻ്റെ ബാക്ക് സൈഡിന്. ഗേറ്റ് തുറന്നു കൊടുത്ത്
ഞാനും വേറൊരാളും കൂടെ മാസ്റ്ററെ പതുക്കെ താങ്ങി ഒരു കാല് പൊക്കി അതിനകത്ത് ഇരുത്തുകയായിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല, അവിടെ നിൽക്കുന്നവരും. അങ്ങനെ മാസ്റ്റർ പതുക്കെ എന്നുവെച്ചാൽ കാല് നിവർത്തി വെക്കാനൊക്കെ, കാല് നിവർത്തി ഇങ്ങനെ 2 സീറ്റാണ്, ഓപ്പോസിറ്റ് സൈഡിലുള്ള സീറ്റാണ്. അപ്പോൾ ഞങ്ങളും വേറൊരാളും കൂടെ കയറി ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. വഴി നീളെയുള്ള കാഴ്ചയെന്ന് വെച്ചാൽ ഒട്ടും വെട്ടമില്ല. റോഡ് ഏതാ, കായലേതാ, പാടം ഏതാന്ന് അറിയാൻ പറ്റാത്തൊരു കായൽ പോലെ കിടക്കുവാണ്. അപ്പോൾ ഇരുവശങ്ങളുമായിട്ട് അവിടുത്തെ ചെറുപ്പക്കാർ, രക്ഷാദൂതർ, ദൈവദൂതർ എന്ന് വേണമെന്ന് വിളിക്കാം, അവർ കൈകോർത്തൊരു ചങ്ങല കണക്ക് നിൽക്കുക. കാര്യം ഈ വെള്ളം ഒഴുകിയിട്ട് റോഡിൽ നിന്ന് വെള്ളം ഒഴുകി പാടശേഖരങ്ങൾ, ഇവിടെ പാടശേഖരം കായലായിട്ട് മാറി. അപ്പോൾ നമ്മൾക്ക് അതിർവരമ്പ് തെന്നി കായൽ വീണ ആ സമുദ്രം പോലെ കിടക്കുന്ന ജലത്തിൽ നമ്മൾ മറിയും. അതിനു വേണ്ടിയാണ് രക്ഷകരായ ആ നാട്ടിലെ ചെറുപ്പക്കാർ ഈ കൈ ഇങ്ങനെ കുറച്ച് ചങ്ങല കണക്ക് കോർത്ത് നിൽക്കുകയാണ്. അതങ്ങ് ചങ്ങനാശ്ശേരി വരെ ഇങ്ങനെ ജനത മൊത്തം ഒന്നടങ്കം രക്ഷാദൂതരായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും അവരെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് നല്ലത് വരട്ടെ എന്ന്. അപ്പോൾ തോന്നുന്നത് ഓരോ യാത്രക്കാരും അവർക്ക് ചായ കുടിക്കാനൊക്കെ, കാരണം തണുത്ത് നനഞ്ഞൊലിച്ച് ഷർട്ട് പോലും ഇല്ലാതെ നിൽക്കുവാണ് ആ വെള്ളത്തിൽ. അപ്പോൾ അവർക്ക് എന്ത് കൊടുത്താലും മതിയാവും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് കുറച്ച് ഇവരെല്ലാവരും യാത്രക്കാർ അവർക്ക് ചായ കുടിക്കാനൊക്കെ കൊടുക്കുന്നു. സന്തോഷത്തോടെ അവർ വാങ്ങിക്കുന്നുണ്ട്, അതില്ലാതെയും. പക്ഷേ അങ്ങനെ ഞങ്ങൾ ആ യാത്രയിൽ ഏകദേശം പതുക്കെ പോകാനൊക്കത്തുള്ളൂ. 1 മണിക്കൂറെടുത്ത് ഞങ്ങളവിടെ എത്താനായിട്ട്. മാസ്റ്ററെ സമ്മതിക്കണം, തണുത്ത് വിറങ്ങലിച്ച് എൻ്റെ ജീവിതത്തിൽ മാസ്റ്റർ ഇങ്ങനെ മുട്ടുമടക്കി, മുട്ടുപോലും ശരിക്കും വെക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അസ്വസ്ഥത. പക്ഷേ മാസ്റ്റർ എല്ലാം സഹിച്ച്, ഭയങ്കര കുലുക്കവുമുണ്ട്, ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്ന അവസ്ഥ ഞാനിപ്പോഴത് മറക്കത്തില്ല. പക്ഷേ മാസ്റ്ററുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. കാരണം അങ്ങനൊരു യാത്ര മാസ്റ്റർ അല്ലാതെ ഇറങ്ങി പുറപ്പെടത്തില്ല. അങ്ങനൊരു ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിട്ടുള്ള കാലത്താണ് ഈ യാത്രയെ നമ്മൾ ആലോചിക്കണം. അവിടെ ചെന്നു. അപ്പോൾ ബാലൻ ചേട്ടൻ കാറുമായിട്ട് വന്ന് ഞങ്ങൾ സിസ്റ്റർമാരോട് നന്ദി പറഞ്ഞു. അവർക്കും വലിയ സന്തോഷം, ദേവരാജ മാസ്റ്റർ കാണാനും യാത്ര ചെയ്യാനും പറ്റുമെന്ന് അവർക്ക് ഭയങ്കര സന്തോഷം. ഏതായാലും മാസ്റ്റർ അവരുടെ ഫോൺ നമ്പർ മേടിച്ചു. തീർച്ചയായിട്ടും ഞാൻ കോൺവെൻറ്റിൽ വരും, നിങ്ങളെയൊക്കെ കാണുമെന്ന് പറഞ്ഞു. മാസ്റ്റർ അങ്ങനെയാണ്, ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുകയും അവരെ കാണാൻ പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നിരന്തരം മാസ്റ്റർ നല്ല ബന്ധങ്ങളും നല്ല ആൾക്കാരെയും കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ എല്ലാവരെയും നല്ല രീതിയിൽ കാണുന്ന ഒരു സ്വഭാവം കൂടെ ആ നല്ല മനസ്സിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെത്തി. അവിടെ ഇപ്പം നല്ല ചൂട് കഞ്ഞിയും പയറും പപ്പടമൊക്കെ ഒരുക്കി വെച്ചിരുന്നത് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. മാസ്റ്റർ പറഞ്ഞടാ, അപാരമായി ഇരുത്തിയായി പോയടാ, എൻ്റെ മുട്ട് 2 ദിവസത്തേക്ക് അനക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പം എണ്ണയൊക്കെ കൊണ്ടുവന്ന് കാൽമുട്ടൊക്കെ തടവി എല്ലാം റെഡിയാക്കി കൊടുത്ത് സുഖമായിട്ട് മാസ്റ്റർ രാവിലെ കുറച്ച് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ട്രെയിനിൽ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ആ യാത്ര മാസ്റ്റർ എപ്പോഴും പറയും, ഇതേ ഒരു വിധി ഭയങ്കരം തന്നെടാന്ന് പറയും. ഒരിക്കലും മനുഷ്യന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നു കയറുന്നത്.